പങ്കജിന്റെ പ്രണയക്കിണി മുറുകുന്നു, രക്ഷപ്പെടാനാകാതെ ഞെരിഞ്ഞമർന്നു പൂജ. അതേ പ്രേക്ഷകരെ, പങ്കജ് ചതിക്കുഴി എന്താ പറയുക, ആ ഒരു ചതി കയറ് മുറുക്കി കഴിഞ്ഞു നമ്മുടെ പൂജയുടെ കഴുത്തിൽ. ഇനി നമുക്ക് പൂജയെ രക്ഷപ്പെടുത്താൻ നമ്മുടെ സുമിത്രയ്ക്കാകുമോ? പൂജയ്ക്ക് നമ്മുടെ പങ്കജിന്റെ കിണിയിൽ നിന്നും രക്ഷപ്പെടാനാകുമോ എന്നൊക്കെയാണ് നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടത്. നമ്മുടെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ അനന്യൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരു ആകാംക്ഷ, ആ ഒരു സങ്കടവും എന്താ പറയുക എല്ലാം, ആ ഒരു എന്താകും ഇനി എന്നുള്ളൊരു പേടി തന്നെയാണ് നമ്മുടെ അനന്യയുടെ മനസ്സിൽ ആദ്യം തന്നെ കാണിക്കുന്നത്. നമ്മുടെ സുമിത്ര വരുമ്പോൾ തന്നെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, പ്രതീക്ഷനെ കണ്ടോ, പ്രതീക്ഷേട്ടൻ എന്ത് പറഞ്ഞു, എന്തായി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പക്ഷെ സുമിത്ര ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. കാരണം എന്ന് വെച്ചാൽ സുമിത്രയുടെ ഉള്ളിലെ ആ ഒരു അലയടി, അത് സുമിത്രയ്ക്ക് ഇപ്പോഴും അത് വിശ്വസിക്കാനായിട്ടില്ല. പ്രതീക്ഷന് തന്നെ കാണണ്ട എന്ന് പറഞ്ഞുള്ള ഒരു മറുപടി. അപ്പുറത്ത് നമ്മുടെ സരസ്വതിയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, സച്ചി ഇനി മേലിൽ ഇവിടെ നിന്ന് ഇറങ്ങി പോകരുത്, ഞാൻ പറയുന്നത് എന്തോ അതനുസരിച്ച് ഇവിടെ നിന്നോളണം എന്ന് പറഞ്ഞ് നമ്മുടെ സരസ്വതിയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പൂജ, നമ്മുടെ ഒരു ചതിയും അറിയാത്ത ഒരു പാവം പൂച്ചക്കുട്ടി പൂജ നമ്മുടെ രഞ്ജിതിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, പ്രതീക്ഷേട്ടന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അറിയുമ്പോൾ എന്താ പറയുക, അമ്മ ഉറപ്പായും ആൻറ്റിയുടെ അടുത്ത് നന്ദി പറയും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പൂജ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പങ്കജിൻ്റെ കാല് തട്ടി നമ്മുടെ പങ്കജിൻ്റെ കയ്യിലോട്ട് തന്നെ പൂജ വീഴുന്ന ഒരു രംഗാട്ടോ. ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് നമ്മുടെ പൂജയും പങ്കജും കണ്ണിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് പ്രേക്ഷകരെ. എന്തായാലും പങ്കജ് കുരുക്ക് മുറുക്കി കഴിഞ്ഞു. ഇനി നമ്മുടെ പൂജ എന്താ പറയുക, രക്ഷപ്പെടാനാകാതെ ഞെരിഞ്ഞമർന്ന് പൂജ അവിടെ തന്നെ വീഴുമോ, അല്ലെങ്കിൽ നമ്മുടെ സുമിത്ര രക്ഷപ്പെടുത്തുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു പ്രേക്ഷകരെ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പൂജയ്ക്ക് ബോധമുള്ള പൂജയല്ലേ? സുമിത്ര പറയുന്നതൊന്നും ഇപ്പോൾ പൂജയ്ക്ക് വിശ്വാസവും ആകുന്നില്ല. രഞ്ജിത് ഇങ്ങനെ വാഴ്ത്തി വെച്ചിരിക്കുക പൂജ. എന്തായാലും പൂജയ്ക്ക് തന്നെ രക്ഷിക്കാനാകത്തുള്ളൂ, സുമിത്രയ്ക്ക് എന്തായാലും പറഞ്ഞു കൊടുക്കാനേ ആകത്തുള്ളൂ. എന്തായാലും കഥ എങ്ങനെയൊക്കെ തീരുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. ഇനി പ്രതീഷിന്റെ വരവ് കഥ എങ്ങനെയൊക്കെ മാറ്റിമറിക്കുമെന്നും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു പ്രേക്ഷകരെ. അപ്പോൾ അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.